നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേലിലേക്ക് വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി ഹൂത്തി വിമതർ. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ആക്രമണം നടന്നത്. തെക്കൻ ഇസ്രായേലിലെ ചില പട്ടണങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഹൂത്തി വിമതർ ഈ മിസൈലുകൾ അയച്ചത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം ഈ മിസൈൽ തകർത്ത് തരിപ്പണമാക്കി എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ മിസൈൽ തകർന്നു വീണ മേഖലയിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായോ എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഹൂതി വിമതർ നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ ഇവർ ചെയ്തിരുന്നത് ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു. ആദ്യം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിച്ച് തുടങ്ങിയ ഇവർ പിന്നീട് അതുവഴി കടന്നു പോകുന്ന എല്ലാ കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ മേഖല സുരക്ഷിതത്വം ഇല്ലാത്തൊരു മേഖലയായി മാറി എന്ന തിരിച്ചറിവിൽ അമേരിക്ക അവരുടെ യുദ്ധക്കപ്പലുകൾ ഇവിടെ നിരനിരയായി വിന്യസിച്ചിരുന്നത്. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്ന സമയത്തൊക്കെ തന്നെ ഇറാൻ്റെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിലേക്ക് ഹൂതി വിമതരും മിസൈൽ ആക്രമണം നടത്തിയോ എന്ന് വ്യാപകമായ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ചില മിസൈലുകൾ യമനിൽ നിന്നാണ് വന്നത് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇസ്രായേൽ അതിശക്തമായ തോതിൽ ഹൂതി വിമതർക്ക് നേരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. നേരത്തെ അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞിരുന്നത് ഹൂതി വിമതർക്കാരെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങൾ മറ്റ് രണ്ട് ഹമാസിനെയും ഹിസ്ബുള്ളയെയും മാത്രം നോക്കിയാൽ മതി, ഇവരുടെ കാര്യം ഞങ്ങൾ ഏറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമിക്കുന്നത് ഇസ്രായേലിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ പല തവണ യമനിൽ നേരിട്ടെത്തി ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ അവരുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ ആക്രമിച്ചുവെങ്കിലും ഇപ്പോഴും ഇവരുടെ കൈവശം ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് എന്നുള്ളതും അത് കൃത്യമായി തന്നെ അവർക്കത് ഇസ്രായേലിലേക്ക് അയക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും വളരെ ഒരു ചോദ്യചിഹ്നമായി തന്നെ ഇപ്പോഴും ഇസ്രായേലിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇത്രയധികം സാങ്കേതിക സംവിധാനങ്ങളുള്ള ഇസ്രായേലിനെ പോലെയുള്ള ഒരു രാജ്യത്ത്, അതും പ്രതിരോധ മേഖലയിൽ എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു രാജ്യത്തിന് നേർക്ക് ഇങ്ങനെ വീണ്ടും ഇവരെങ്ങനെയാണ് ആക്രമണം നടത്തുന്നത് എന്നുള്ളത് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹൂതി വിമതർ താരതമ്യേന താണ നിലവാരത്തിൽപ്പെട്ടവരാണ്. അത്ര വലിയ തീവ്രവാദ സംഘടനയല്ല അവർ. യമനിൽ അവിടെ ആകെ ഇപ്പോൾ ആഭ്യന്തര കലാപം നടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ ഏതാണ്ട് ഹൂതി വിമതർ അധികാരം പിടിച്ച പോലെയാണ്. അവിടുത്തെ വിമാനത്താവളങ്ങളും പ്രധാനപ്പെട്ട തുറമുഖങ്ങളും എല്ലാം തന്നെ ഇവർ പിടിച്ചെടുത്ത് അവിടം കേന്ദ്രീകരിച്ചിട്ടാണ് പലപ്പോഴും ഇവർ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നുണ്ടായ ഈ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നിസ്സാരമായി തള്ളാൻ ഒരു കാരണവശാലും ഇസ്രായേൽ തയ്യാറാവുകയില്ല എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചന. ഇതിന് ശക്തമായ തിരിച്ചടി നൽകാനാണ് അവർ ഒരുങ്ങുന്നത്. ഈ വർഷം ആദ്യം ഇസ്രായേലിലേക്ക് ഹൂതി വിമതർ ബാലിസ്റ്റിക് മിസൈൽ അയച്ചിരുന്നു. അത് കൃത്യമായും ഇസ്രായേൽ എത്തുകയും അവിടെ പതിക്കുകയും ചെയ്തു. പക്ഷേ അത് വീണത് ഒരു വലിയ സ്റ്റേഡിയത്തിലായതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും പരുക്ക് പറ്റിയിരുന്നില്ല. അവിടെ അടുത്തുള്ള ഒരു ഫ്ലാറ്റ് ലക്ഷ്യമിട്ടാണ് ഇവർ ഈ ആക്രമണം നടത്തിയത് എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ലെബനനിലെ ഹിസ്ബുള്ള ക്യാമ്പുകൾ ആക്രമിച്ചതുപോലെ യമനിലേക്ക് ഒരാക്രമണം കൂടി നടത്തേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്.